മഴക്കാലത്ത് എന്റെ നാട് എന്തു ഭംഗിയാണെന്നോ കാണാൻ. എന്റെ നാട് എന്ന് പറയുമ്പോഴേ അതിന്റെ പേരെന്താന്നല്ലേ ചിന്തിക്കുന്നേ? പറയാം. വെള്ളപ്പന്തൽ. ഈ കാണുന്ന കിണറ് കണ്ടോ? ഇവിടെ നിന്നാണ് ഒരു കാലത്ത് നടന്നു തളർന്നു വരുന്നവർക്ക് വെള്ളം നൽകിയിരുന്നത്. അങ്ങനെയാണ് ഈ നാടിന് വെള്ളപ്പന്തൽ എന്ന് പേര് വന്നത്. ഇവിടുത്തെ വായനശാലയ്ക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. പണ്ട് വൈകുന്നേരമാവുമ്പോൾ കുളിച്ചൊരുങ്ങി ചങ്ങായിമാരുമായി വായനശാലയിൽ എത്തുന്നതും ഒപ്പം മത്സരിച്ച് വായിച്ചു തീർത്ത പുസ്തകങ്ങളും മനസ്സിന്റെ ചില്ലിൽ തെളിഞ്ഞു വരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഞങ്ങൾക്ക് മറ്റു ആശയവിനിമയങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം വായനയോട് ഇത്തിരി കൂടി ഇഷ്ടം തോന്നിയത്. എന്താന്നറിയില്ല കേട്ടോ. എന്തായാലും കാലം കാത്തുവച്ച ഓർമ്മകളിലൂടെ സഞ്ചരിക്കവേ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഈ നാടിന്റെ സ്വകാര്യ അഹങ്കാരമായ ശങ്കരനെല്ലൂർ ശിവക്ഷേത്രം. ഏറെ നാളുകൾക്ക് ശേഷം ആ ക്ഷേത്രമുറ്റത്തുകൂടെ നടക്കുമ്പോൾ മാറ്റങ്ങൾ ഒരുപാടുണ്ടായി എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. അവിടുത്തെ ക്ഷേത്രക്കുളം നീന്തൽ പഠിക്കാനുള്ള വ്യഗ്രത കൊണ്ടായിരുന്നു എന്നറിയില്ല. അന്ന് ഞാനും വന്നിട്ടുണ്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ എന്നെ വിളിച്ചൂതണമെന്ന് തോന്നി ആ പടവുകളിൽ നിൽക്കുമ്പോൾ. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ നീന്തൽ കാണുമ്പോൾ ഇത്തിരി ജാളിതയോടെ ഞാൻ മനസ്സിൽ പറഞ്ഞു, അന്ന് മര്യാദയ്ക്ക് പഠിച്ചിരുന്നേ, ഇന്ന് എനിക്കും സാധിച്ചേനെ ഇതുപോലെ നീന്താനെന്ന്. ചിന്തിച്ചിരുന്ന എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല, മീനുകൾ ഓരോന്നായി പരിചയം പുതുക്കാനായി എന്നെ തേടി എത്തുന്നുണ്ട്. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതേ വേഗതയിൽ അവ തിരിച്ചും പോകുന്നു. ഒരു നാടിന്റെ ഭംഗി വെറുമൊരു കാഴ്ചയിൽ ഒതുങ്ങുന്നതല്ല, പകരം ആ നാടിന്റെ നന്മയും സ്നേഹവും വിശ്വാസവും സഹാനുഭൂതിയും, എന്തിനേറെ പറയുന്നു സ്വഭാവം ഒത്തിണങ്ങി വരുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ എന്റെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ.